ആനിമൽ ലീഗൽ ഫോഴ്സ് ഇന്റഗ്രേഷൻ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും കൂടിയായ ഏഞ്ചൽസ് നായർ ചേരുന്നുണ്ട്. സർ നമസ്കാരം. ഒരുപാട് തവണ അതും ഈ പറയുന്ന പോലെ 2024 മുതൽ 2025 ഈ തുടക്കം മുതൽ തന്നെ ഈ 6 മാസത്തിനുള്ളിലെ കണക്കുകൾ പോലും നമ്മൾ എടുത്താൽ ഒരുപാട് വന്യജീവി ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ. ഈ ജനവാസ മേഖലകളിലൊക്കെ ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ കണ്ണു തുറന്ന് മുറ്റത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു വന്യമൃഗത്തിന്റെ ആക്രമണത്തിന് ഇരയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ സ്വപ്നമൊക്കെ കാണാറുണ്ട് ഇങ്ങനെ. പക്ഷെ അത് യാഥാർത്ഥ്യമായി മാറുന്ന ഒരു അവസ്ഥ എങ്ങനെ ഈ കേരളത്തിൽ ഇനി ജീവിക്കും? ഇത് കേരളത്തില് തുടങ്ങിയിട്ട് ഒരു ആനകളുടെ ആക്രമണം പ്രത്യക്ഷമായിട്ട് വളരെ ഇതേ രീതിയിൽ കൂടിയ രീതിയിൽ വരുന്ന തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുള്ളൂ. പക്ഷെ അതിന് വളമിട്ടത് എന്ന് പറയുമ്പോൾ അത് 2008, 2009 തൊട്ടുള്ള ഫോറസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചു കഴിയുമ്പോൾ അതിനുശേഷം ഈ 23,000 ഏക്കർ സ്ഥലത്താണ് അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ്. ഈ 23,000 ഏക്കർ സ്ഥലത്ത് പ്ലാന്റേഷനുകൾ യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ, മാഞ്ചിയം ഇതൊക്കെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചേക്കാണ്. അപ്പോ ഇപ്പോൾ ഉള്ളത് ഏകദേശം 4 ലക്ഷം ഏക്കറിലാണ് പ്ലാന്റേഷൻ. ഇപ്പോൾ കഴിഞ്ഞ വർഷം 24 ഈ കേരളം ഈ സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു. ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന് ഒരു സംസ്ഥാന ദുരന്തമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചു. ഇപ്പൊ 4 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് നടപടിയാണ്! അതായത് ഈ പ്ലാന്റേഷനുകൾ 1 ഇഞ്ച് സ്ഥലം പോലും അവർ കുറച്ചിട്ടില്ല. ഇപ്പോഴും കൂട്ടാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആനകൾക്ക് ജീവിക്കാൻ വെള്ളവും ഭക്ഷണവും ഒക്കെ വേണം എന്നുള്ള ഒരു സാമാന്യ ബോധം ഈ സർക്കാരിനില്ല. ഈ പറയുന്ന ഇപ്പോ ഇവിടെ മുണ്ടൂര് പ്രതിഷേധം നടക്കുക, എന്തുകൊണ്ട് ഈ ആളുകളുടെ വായിൽ ഈ പ്ലാന്റേഷനുകൾ മാറ്റൂ, ഈ ഫോറസ്റ്റ് പൂർവ്വസ്ഥിതിയിലാക്കൂ എന്നുള്ളൊരു ആവശ്യം അവർ പറയുന്നില്ല. എന്തുകൊണ്ട് എല്ലായിടത്തും പ്രതിഷേധം? ഇപ്പൊ ഈ വർഷം നടന്നിരിക്കുന്നത് ഇത് 20ാമത്തെ മരണമാണ്. കഴിഞ്ഞ വർഷം ആകെ 2024 ആകെ മരണം 20 അപ്പൊ ഈ 6 മാസം ആകുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ വർഷത്തിന്റെ ആയിട്ടുള്ളത് ഒന്ന് ഇതിനകത്ത് 20ാമത്തേല് ഒരെണ്ണം ഇപ്പൊ ഡിസ്പ്യൂട്ടിക്ക് എടുക്കാം. കാരണം ഈ സീത എന്ന് പറയുന്ന ഒരാഴ്ച മുമ്പ് മരിച്ചിരിക്കുന്ന ആള് ആന കുത്തിയിട്ടാണോ ഭർത്താവ് കൊന്നിട്ടാണോ എന്നുള്ളത് ഡിസ്പ്യൂട്ടിക്ക് എടുക്കുമ്പോ 19 എണ്ണം മരിച്ചിരിക്കുന്നു. അതിനകത്ത് 14 പേരും ആദിവാസികളാണ്. ഈ ആദിവാസികളുടെ മരണം നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അത് നമ്മുടെ പൂർവികരാണ് ആദിവാസികൾ, അവരെ ബഹുമാനിക്കേണ്ടതാണ്. അവർ ഒരിക്കലും നേരിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ ഈ വന്യജീവികളെ ആക്രമിക്കുന്ന സ്വഭാവം അവർക്ക് ഇല്ലാത്തതാണ്. ഇതിനകത്തൊക്കെ ബലിയാടാവുക. അതായത് ഇവിടെ ആന വെള്ളം കുടിക്കാൻ വരുമ്പോൾ ഇലക്ട്രിക് ഫെൻസിങ് ഇവർ വെക്കുന്നത്. ഇവിടെ ആവശ്യപ്പെടുന്നത് എന്താ? ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് എന്താ? ഇലക്ട്രിക് ഫെൻസിങ്, ഫെൻസ്. ഇത് രണ്ടും ഈ ആനകളെ ക്രൂദ്ധരാക്കുള്ളൂ. അവരെ കൂടുതൽ വയലന്റ് ആക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ഒരാൾ ഷോക്ക് അടിപ്പിക്കുക എന്ന് പറഞ്ഞ് ഓടിക്കുക. ഈ വെള്ളം കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അവിടെ ഇലക്ട്രിക് ഫെൻസിങ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഹാബിറ്റാറ്റ് പൂർവ്വസ്ഥിതിയിലാക്കണം. അതിന്റെ ഭക്ഷണവും വെള്ളവും അകത്ത് തന്നെ ഉണ്ടാവണം. പക്ഷെ ഈ സാധാരണ കഴിഞ്ഞ വർഷം നടന്നിരിക്കുന്ന എല്ലാ കേസുകളിലും ആദ്യത്തെ 20 കേസുകളിൽ 14 കേസും മെയ് വരെയുള്ള സമയത്താണ് ഉണ്ടായത്. അപ്പൊ രൂക്ഷങ്ങളായ കുടിവെള്ള പ്രശ്നവും ഭക്ഷണ പ്രശ്നവും നടക്കുക. അതിനുശേഷം ഡിസംബർ 2 പേരെ കൊന്നിരിക്കുന്നത്. ഈ 2 പേരിൽ ഒരാൾ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത് മാതൃഭൂമി ഫോട്ടോഗ്രാഫറാണ് ഒരാൾ, വേറൊരാൾ മറ്റോ എന്തൊരു നിസ്സാര കാര്യത്തിനും. പിന്നീട് വെള്ളത്തിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ട് വരുമ്പോൾ ഡിസംബറിലാണ് 4 പേരെ കൊന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ തീർത്തും വീണ്ടും മാറിയിരിക്കുന്നു. ഇപ്പോൾ സാധാരണ വെള്ളത്തിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ട് ഇല്ലാത്ത സമയത്താണ് ഈ ആനകളെ അറ്റാക്ക് ചെയ്യുന്നത്. അത് ഈ ആനകളോടുള്ള പെരുമാറ്റം വനം വകുപ്പിന്റെ അവരുടെ ആറാർത്തി എന്ന് പറയുന്ന ഒരു ഭീകര സംഘം ബോംബാണ് എറിയുന്നത് ഇതിന്റെ മേലേക്ക്. ഈ ആന പകയുള്ള ജീവിയാണ്. എന്തുകൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാം? ഈ ആനയ്ക്ക് ജീവനുണ്ട്, പകയുള്ള ഒരു ജീവിയാണ് ആന. ഈ ആനയുടെ തുമ്പിക്കൈക്ക് 2 ടൺ എടുത്തെറിയാനൊക്കെ സാധിക്കും. പിന്നെയാണോ 10-50 കിലോ ഉള്ള ഒരു മനുഷ്യന് എടുത്തെറിയാൻ ബുദ്ധിമുട്ട്? ഈ ആനകളെ പ്രകോപിപ്പിക്കരുത്, വന്യജീവികളെ പ്രകോപിപ്പിക്കരുത്. ഈ വന്യജീവികൾ മുഴുവനായിട്ട് തന്നെ കാടിൽ നിന്ന് പുറത്തിറങ്ങി. ആ കാടിനകത്ത് ഭക്ഷണമില്ല. നൂറ്റാണ്ടുകളായിട്ട് ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് എന്ന് ഓർക്കണം. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇവർ ഈ ആനാക്രമണം നടന്നിരിക്കുന്ന ജനവാസ മേഖലയിലേക്ക് വന്നിരിക്കുന്ന ആനാക്രമണങ്ങൾ മുഴുവൻ ഇവർ നൂറ്റാണ്ടുകളായിട്ടാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം 10-50,000 കുടുംബങ്ങൾ ഈ വന്യജീവി സംഘം ഈ ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയവരൊക്കെ കുടിയിറങ്ങി 50,000 കുടുംബങ്ങൾ കുടിയിറങ്ങി. ഏകദേശം 5,000 പേർക്ക് 5 ഏക്കറിന്
15 ലക്ഷം രൂപ കൊടുത്ത് ഈ റീബിൽഡ് കേരള എന്ന പദ്ധതി പ്രകാരം കുടിയിറങ്ങി അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. 15 ലക്ഷം ഇവിടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കക്കൂസ് പോലും പണിയാൻ പറ്റില്ല. ആ രീതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇവര് നിസ്സഹായരായിട്ട് ഈ കർഷകർ പോകുമ്പോഴും ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇവർ എന്തുകൊണ്ട് ഈ പ്ലാന്റേഷനുകൾ മാറ്റി അവർക്ക് ഈ സോളാർ ഫെൻസിങ് മാറ്റി അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന് ഈ ആനകളുടെ പക്ഷം പറയണമല്ലോ. അവർ പറയില്ല. അവർക്ക് വേണ്ടത് തൊഴിൽ 10 ലക്ഷം 20 ലക്ഷം എന്ന ഡിമാൻഡുകൾ ഈ ആന ആക്രമണം നടക്കുമ്പോൾ മാത്രം. ഈ കഴിഞ്ഞ ദിവസം പന്നിക്കും ഒരാൾ ആലപ്പുഴയിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഈ പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ കർഷകനായിരുന്നു, പാവപ്പെട്ട മനുഷ്യനായിരുന്നു. എന്തുകൊണ്ട് അവിടെ ഇങ്ങനെ പന്നിക്കടിയിൽ ഈ വർഷം 4 പേരാണ് മരിച്ചിരിക്കുന്നത്. പന്നികളെ കൊല്ലാനാണ്. പന്നികൾ പുറത്തിറങ്ങാൻ പാടില്ല. എന്തുകൊണ്ട് പന്നികൾ ഇറങ്ങുന്നു എന്നുള്ളതല്ല ചോദ്യം ഇവിടെ വരുന്നത്. ഇവർ ആവശ്യപ്പെടുന്നത് എല്ലാത്തിനും വെടിവെച്ചുകൊണ്ടാണ്. വന്യജീവി നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ വനം സംരക്ഷിക്കണം, കാട് സംരക്ഷിക്കണം, എന്നാലാണ് നമുക്ക് ഓക്സിജൻ ഉണ്ടാവുള്ളൂ. നമ്മൾ കുടിക്കുന്ന വെള്ളം, ഓരോ തുള്ളി വെള്ളവും ഇത് കാടുള്ളത് കൊണ്ടാണ് വരുന്നത്. അതായത് അത് മുഴുവൻ വെട്ടി നിരത്തി ഇപ്പൊ ഇത് പ്രകോപനം ഉണ്ടാക്കി. അതായത് വന്യജീവി മൃഗങ്ങൾക്കെതിരെയും ജനങ്ങളെ തിരിപ്പിക്കുക. അത് ഊരില് രസം വരുമ്പോഴത്തേക്കും ഞങ്ങൾ വന്യജീവികളെ മുഴുവൻ കൊല്ലാണ് ഇത് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു, ഞങ്ങൾ കേന്ദ്രത്തെ സമീപിച്ച് കഴിഞ്ഞാൽ ഓടിക്കും എന്നുള്ള കാര്യം ഇവർക്കറിയാം. അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ഇവർക്ക് വന്യജീവി കുറിച്ചിട്ട് യാതൊരുവിധ ബോധവുമില്ല. ഞങ്ങളിപ്പോൾ ഇത് അമെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസിഡന്റിന്റെ അനുവാദം മേടിക്കാനായിട്ട് ഞങ്ങൾ പ്രസിഡന്റിനെ സമീപിക്കാൻ പോവുകയാണ് കേരള സർക്കാർ. കേരള സർക്കാരൊന്നും വേണ്ട, എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം പ്രസിഡന്റിനെ സമീപിക്കാൻ നടപ്പാക്കാറൊന്നുമില്ല. ഇതിങ്ങനെ ആളുകളെ പൊട്ടം കളിപ്പിച്ച് യഥാർത്ഥ വസ്തു മാറ്റുക എന്നുള്ളതാണ് ഈ കേരള ഗവൺമെന്റിന്റെ തന്ത്രം. ഈ പ്രതിഷേധക്കാരുടെ തന്ത്രം എപ്പോഴും ഇതേ രീതിയിൽ എന്തുകൊണ്ട് ഇവർ സ്ഥിതിയിലാക്കാൻ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സാർ, ഈ പ്രധാനമായും ഈ ഇത്തരം ആക്രമണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ചർച്ചകൾ, പ്രതിഷേധങ്ങൾ, തീരുമാനങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രഹസനങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ തീരുമാനങ്ങൾ പ്രശ്നപരിഹാരത്തിന് തീരുമാനങ്ങൾ മാത്രമായി തന്നെ, അതിൽ വാക്കുകളിൽ മാത്രമായി ഒതുങ്ങുന്നു. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ, മന്ത്രിമാർ ഉൾപ്പെടെ ഈ ജീവഹാനി സംഭവിച്ചവരുടെ വീടുകളിൽ വന്ന് അവരെ കാണുന്നു, കണ്ണുനീർ പൊഴിക്കുന്നു, പോകുന്നു. ഈ കാര്യങ്ങൾ, ഈ പ്രശ്നപരിഹാരത്തിനുള്ള തീരുമാനങ്ങൾ, അതിൻ്റെ വേഗത, അത് നടപ്പിലാക്കുന്നതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ, അതൊന്നും ഇപ്പോഴും ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും പേടിപ്പെടുത്തുന്നത്. അതെ, കഴിഞ്ഞ വർഷം 2024 അസംബ്ലിയിൽ ഒരു റിപ്പോർട്ട് വച്ചിട്ടുണ്ടായിരുന്നു മാനദണ്ഡത്തിനെ കുറിച്ചിട്ട്. അതായത് 29.66% വനവിസ്തൃതി, അതായത് ടോട്ടൽ ഭൂമിയുടെ 29.66 വനവിസ്തൃതിയുള്ള സംസ്ഥാനമാണ് കേരളം. അതിന്റെ 21% വനേതര കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. പാർപ്പിടങ്ങൾക്ക്, വൈദ്യുതി, KSEB മുതലായ പുരോഗമനമായിട്ടുള്ള കാര്യങ്ങൾ, സ്കൂള്, കോളേജ്, പള്ളി, സെമിത്തേരിക്ക്, CMS കോളേജിന്, CMS കോൺവെന്റിന്, അങ്ങനെ പള്ളിക്കാർക്കും പട്ടക്കാർക്കും ഒക്കെ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പതിച്ചു കൊടുത്തേക്കാണ് ഗവൺമെന്റ്. 21% നടന്നത്. അതിനകത്താണ് പ്ലാന്റേഷൻ. അതിനകത്ത് ഏകദേശം 1.5 ലക്ഷത്തോളം എൻക്രോച്ച്മെന്റ്, ഈ എൻക്രോച്ച്മെന്റ് ഒഴിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഈ കാടിന്റെ അവസ്ഥ പരിതാപകരമായി കിടക്കുന്നു എന്ന CAG റിപ്പോർട്ട് അസംബ്ലിയിൽ വച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അതിനകത്ത് ഒരു നടപടിയും ഈ സർക്കാർ എടുത്തില്ല? അത് സർക്കാരിന്റെ വീഴ്ചയാണോ? സർക്കാരിന് വേണം. സർക്കാരിന് ഈ വന്യജീവികൾ ആക്രമണം നടത്തണം. എന്നിട്ട് ആവശ്യപ്പെടുന്നത് എന്താ? കേന്ദ്രം 1000 കോടി നാട്ടെ ഞങ്ങൾക്ക് സോളാർ ഫെൻസിങ് വെക്കാനാണെന്ന്. എന്തിനാണ് ഈ പ്ലാന്റേഷൻ? ഈ മാഞ്ചിയോ, യൂക്കാലിപ്സ് ഒക്കെ ഈ മോണോകൾച്ചർ സസ്യങ്ങള് ഭയങ്കര ദൂഷ്യമായിട്ട് ഒന്ന് വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കി അതായത് ഈ റിസോർട്ട് മാഫിയകളെയും ഈ പേപ്പർ കമ്പനികളെയും ഈ തടിക്കച്ചവടക്കാരെയും സംരക്ഷിക്കാനായിട്ടാണ് തേക്കും തോട്ടം 48% പ്ലാന്റേഷനിൽ തേക്കും തോട്ടം 48%. ഇത് നഷ്ടത്തിലാണ് നടക്കുന്നത്. ഒരു കാലത്ത് നമുക്ക് തേക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി തേക്കിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ നിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ കാട് ചിരിഞ്ഞു. നമുക്ക് കാടാ വേണ്ടത്, തേക്കല്ലല്ലോ വേണ്ടത്.
ഈ കാട് വേണം, വന്യജീവികൾ അവിടെ നിൽക്കപ്പെടണം, ഈ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടരുത്. ഇതിനുള്ള ഓരോ സംവിധാനവും ഇന്നേ വരെ നടത്തിയിട്ടില്ല. ഈ 10 ലക്ഷത്തിന് വേണ്ടിയിട്ട് ഈ 10 ലക്ഷം കൊടുക്കാനുള്ളത് 20 ലക്ഷമാക്കി കിട്ടണം. ഇപ്പൊ 14 ലക്ഷമായി. അതിന് വേണ്ടിയിട്ടുള്ള മറുപടി എന്തുകൊണ്ട് ഈ പറയുന്ന പ്രതിഷേധക്കാർ ഈ കാട് അത് നിബിഡ വനങ്ങളാക്കും, അത് അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചു എന്ന് ഏതെങ്കിലും ഒരു പ്രതിഷേധത്തിൽ ആരെങ്കിലും വെറുതെയെങ്കിലും വിളിച്ചു പറഞ്ഞ് ഓർക്കുന്നുണ്ട്? ഇല്ല, അങ്ങനെ ഒരു സംഭവം നടത്തില്ല. ഞങ്ങൾക്ക് കാട് വേണ്ട, ആന വരണം, കുത്തണം. അത് കാടില്ലെങ്കിൽ ആന വരും, കുത്തും, ആളുകൾ മരിക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. മനുഷ്യന് മനസ്സിലാവും നടപടികൾ. അതെ 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 പലരുടെയും നടപടികൾ, ഈ സാമൂഹ്യ വനവൽക്കരണം ഉൾപ്പെടെയുള്ള ചില ദീർഘവീക്ഷണമില്ലാത്ത ചില നടപടികൾ തന്നെയാണ് ഇത്തരം ഭവിഷ്യത്തുകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. സർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏഞ്ചൽസ് നായരാണ് നമ്മോട് സംസാരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.